നമസ്കാരം. 111ാമത് പട്ടാമ്പി ദേശീയോത്സവം, പട്ടാമ്പിക്കാരുടെയും സമീപ പ്രദേശക്കാരുടെയൊക്കെ ദേശീയോത്സവമായ പട്ടാമ്പി നേർച്ച ഈ വരുന്ന ഫെബ്രുവരി 8, 9 തീയതികളിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും പട്ടാമ്പി നേർച്ചയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ വളരെ അതിവിപുലമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹോത്സവം തന്നെയാണ്. ഈ പട്ടാമ്പിക്കാരുടെ നേർച്ചയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വിവരിക്കുന്നതിനായി ഹംസക്ക നമ്മുടെ കൂടെയുണ്ട്. മേലെ പട്ടാമ്പിക്കാരനാണ്. ഹംസക, നമസ്കാരം. നമ്മുടെ ഒരു പട്ടാമ്പി നേർച്ച ഇപ്പോൾ വരികയാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു പട്ടാമ്പി നേർച്ചയുടെ ഒരു ചരിത്രം, അല്ലെങ്കിൽ ഹംസക്കയുടെ ഒക്കെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൊണ്ടാടൽ? ഞാനൊരു 70 വർഷമായിട്ട് ഈ പട്ടാമ്പി നേർച്ച കണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഏകദേശം 70 കൊല്ലത്തോളമായിട്ടുണ്ട്. ഇത് പട്ടാമ്പിക്കാരുടെ ഒരു ഉത്സവമായിരുന്നു അന്ന്. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഈ നാട്ടുകാരുടെ ഒരു വലിയ ആഘോഷമായിട്ടായിരുന്നു അന്ന് ഈ നേർച്ച നടന്നു വന്നിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇന്ന് ദേശീയോത്സവം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേർച്ചയായിട്ട് പട്ടാമ്പി ഉത്സവം മാറിയിട്ടുണ്ട്, ദേശീയോത്സവമായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പാലക്കാട് ഇപ്പോൾ ഈ പട്ടാമ്പി നേർച്ച ഇങ്ങനെ പോയി പഴയ മാതിരിയല്ല, ഇപ്പോൾ വലിയ ആഘോഷം തന്നെയാണ്. നമുക്ക് അതിൻ്റെ ഒരു തോരണങ്ങളും അതുപോലെ തന്നെ അതിലേക്ക് ഓരോ കമ്മിറ്റിക്കാരും വേലയും അതുപോലെ തന്നെ ആനയും അതിൻ്റെ ക്രമീകരണമൊക്കെ കണ്ടാൽ അറിയാം. പക്ഷേ ഹംസക്കയുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതിനൊരു വലിയ പ്രതാപമില്ലാത്തൊരു കാലത്ത് ഒരു നേർച്ച ഉണ്ടായിരുന്നു. അതിനൊരു ചരിത്രമുണ്ട്, ഒരു തങ്ങളുപ്പാൻ്റെ ചരിത്രമുണ്ട്. അപ്പോൾ ആ ചരിത്രമൊക്കെ എങ്ങനെയാണ്? അത് ഇവിടെ എനിക്ക് ഓർമ്മ വെച്ചമാർക്ക് KP തങ്ങൾ എന്ന് പറഞ്ഞ ആ മഹാനാണ് ഇതിൻ്റെ സംഘാടകൻ. അദ്ദേഹം ഈ നേർച്ചയുടെ മുന്നിൽ നടക്കുന്ന തന്നെ അതിനൊരു വലിയ ജനപിന്തുണ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ അന്നും ആ നേർച്ച നല്ല നിലയിൽ കൊണ്ടുപോകാനും ഈ KP തങ്ങളുടെ ഒരു വലിയ കഴിവുണ്ട്, പരിശ്രമം നടത്തിയിട്ടുണ്ട്. ആ ഒരു ഓർമ്മ തന്നെയാണ് ഇന്നും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ഇപ്പോൾ ഈ പട്ടാമ്പി നേർച്ച എല്ലാ വീട്ടിലും വിരുന്നുകാരും കുടുംബക്കാരും ഒക്കെ വന്ന് അവരൊരു 2 ദിവസം എല്ലാം ആഘോഷിച്ച് സന്തോഷമായിട്ട് അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം. അല്ല, തീർച്ചയായിട്ടും ഹംസക്ക പറഞ്ഞത് ശരിയാണ്. കാരണം ഒരു 2 ദിവസം പട്ടാമ്പിയിൽ ഏത് ദിക്കിൽ നോക്കിയാലും വലിയ ആഘോഷമാണ്. അതിൽ ഒരു വ്യത്യാസമില്ല, ഒരു ജാതിയില്ല, മതവുമില്ല, രാഷ്ട്രീയമില്ല. എല്ലാവരും ഒരൊറ്റ മനസ്സോടുകൂടി നടത്തുന്ന ഒരു കാര്യമാണ്. 111ാമത്തെ നേർച്ചയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരും. തീർച്ചയായിട്ടും ഹംസക്ക പറഞ്ഞ പോലെ തന്നെ പട്ടാമ്പി നേർച്ച എന്ന് പറയുന്നത് പട്ടാമ്പിക്കാരുടെ ഒരു വലിയ ദേശീയോത്സവം തന്നെയാണ്. വലിയ പാരമ്പര്യമുണ്ട്. 111ാമത്തെ നേർച്ചയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ നേർച്ചയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം.